നമസ്കാരം. കേരളം ഉറ്റുനോക്കിയ രഹസ്യമൊടുവിൽ പുറത്തായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ അതിജീവിതനാണെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ ദേശീയ വാരികയായ ഓപ്പൺ മാഗസിൻ. വർഷങ്ങളായി സർക്കാരും CPM-ഉം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ രോഗവിവരമാണ് ഇപ്പോൾ ഒരു കവർ സ്റ്റോറിയിലൂടെ പരസ്യമാക്കിയിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കി പ്രസിദ്ധീകരിച്ച ദ പിണറായി പ്ലെബിസൈറ്റ് എന്ന കവർ സ്റ്റോറിയിലാണ് ഈ നിർണായക വെളിപ്പെടുത്തലുള്ളത്. മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടുന്ന ലേഖനത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ലേഖകൻ NP ഉല്ലേഖ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പാർട്ടി തുടർഭരണം തേടിയാൽ പ്രായാധിക്യം മാത്രമാണ് പിണറായിക്ക് തടസ്സമായിട്ടുള്ളത്. അതിലുപരി അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവിതനുമാണ്. വിജയൻ ഈസ് ഓൾസോ എ ക്യാൻസർ സർവൈവർ എന്ന് ലേഖനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM നേതാവായിരുന്ന പാട്യം ഗോപാലന്റെ മകനും മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമാണ് ഉല്ലേഖ്. മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലെ മിനസോട്ടയിലുള്ള മയോ ക്ലിനിക്കിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ സർക്കാരോ CPM-ഓ തയ്യാറായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷകളിലും നിയമസഭയിലെ ചോദ്യങ്ങളിലും രോഗവിവരം സ്വകാര്യതയാണ് എന്ന സാങ്കേതിക വാദമുയർത്തി സർക്കാർ പ്രതിരോധം തീർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ ഈ വിവരം പുറത്തുവിട്ടതോടെ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിച്ചിരിക്കുകയാണ്. 4 തവണ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സാ ചരിത്രമടക്കം ലേഖനത്തിലുണ്ട്. 2018 പിണറായി വിജയൻ ആദ്യമായി അമേരിക്കയിൽ ചികിത്സ തേടിപ്പോയത്. തുടർന്ന് 2022 ജനുവരി 2ാമത്തെ സന്ദർശനം, 2022 ഏപ്രിൽ 3ാം ഘട്ട ചികിത്സ, 2025 ഏപ്രിലിൽ ഏറ്റവും ഒടുവിലായി മയോ ക്ലിനിക്കിൽ ചികിത്സ തേടി. ഇതുവരെ 4 തവണയാണ് അദ്ദേഹം മയോ ക്ലിനിക്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഓരോ തവണയും മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഭരണം ആർക്ക് കൈമാറണം എന്നതിനെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നിരുന്നെങ്കിലും അസുഖം എന്താണെന്ന് മാത്രം ആരും വെളിപ്പെടുത്തിയിരുന്നില്ല. പിണറായി വിജയൻ അനായാസം 3ാം തവണയും ഭരണത്തിൽ വരുമെന്നും ഭരണവിരുദ്ധ വികാരം നിലവിലില്ല എന്നുമാണ് ഉല്ലേഖിന്റെ ലേഖനം സമർത്ഥിക്കുന്നത്. സംസ്ഥാനത്ത് മുൻപെങ്ങുമില്ലാത്ത വികസന കുതിപ്പ് ഉണ്ടായി എന്നും ഇതിന് അമരക്കാരൻ പിണറായി ആണെന്നും ലേഖനം വാദിക്കുന്നു. എന്നാൽ ഇത്രയും വലിയ ഭരണനേട്ടങ്ങൾക്കിടയിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു പ്രധാന ഘടകമാണെന്നും ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്യാൻസറിനെ അതിജീവിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരുത്തിനെ ലേഖനം പ്രകീർത്തിക്കുമ്പോഴും രോഗം സംബന്ധിച്ച നിഗൂഢത ഇതോടെ നീങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി ചെലവാക്കുന്ന തുക പൊതുമുതലാണെന്നും അതിനാൽ രോഗവിവരം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കാട്ടി നിരവധി പേർ കോടതിയെയും വിവരാവകാശ കമ്മീഷനെയും സമീപിച്ചിരുന്നു. എന്നാൽ സ്വകാര്യതയുടെ പേരിൽ ഓരോ തവണയും അപേക്ഷകൾ നിരസിക്കപ്പെടുകയായിരുന്നു. RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മാസികയിലൂടെ ഈ വിവരം പുറത്തുവരുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ എന്നത് പ്രതിപക്ഷം ആയുധമാക്കാനും സാധ്യതയുണ്ട്. രോഗവിവരം മറച്ചുവെച്ചതിലൂടെ സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന ആരോപണവും ഉയരാം. അതേസമയം ക്യാൻസറിനെ പോലൊരു മാരക രോഗത്തെ അതിജീവിച്ച് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അനുകൂല തരംഗമാകാൻ CPM-ഉം ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രോഗവിവരത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അനുഭാവികളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായ പത്രലേഖകരിൽ നിന്ന് തന്നെ കൃത്യമായ വിവരം ഇപ്പോൾ പൊതുമധ്യത്തിൽ ലഭ്യമായിരിക്കുകയാണ്.